അന സ്പീക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗ്യാസ് സിലിണ്ടറിന്റെ പ്രതിസന്ധിയിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് അതിനുള്ള പരിഹാരമായിട്ട് ഇൻഡക്ഷൻ കുക്ക് ടോപ്പിന്റെ കാര്യം എല്ലാവർക്കും അറിയാം. എല്ലാ പാത്രങ്ങളും അതിൽ സപ്പോർട്ട് ആവില്ല. പിന്നെ വിറകടുപ്പിലേക്ക് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് അടുപ്പ് ഉപയോഗിച്ച് ശീലിച്ചവരെ സംബന്ധിച്ചിടത്തോളം അതിൽ അല്പം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്താണ് ഇനി പരിഹാരം? ആ ഒരു പരിഹാരം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കുക. ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. പരിഹാരമായിട്ട് പറയാനുള്ളത് ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പാണ്. ഇപ്പോൾ ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പ് എന്ന് പറയുമ്പോൾ ഇൻഡക്ഷൻ പോലെ തന്നെ വൈദ്യുതിയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ പാത്രങ്ങളും, ഗ്ലാസും അലൂമിനിയം ഉൾപ്പെടെ എല്ലാ പാത്രങ്ങളും ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പിൽ സപ്പോർട്ട് ആവും. എന്നാൽ ചില പോരായ്മകളുണ്ട്. ഒന്നെന്ന് പറയുമ്പോൾ ഇൻഡക്ഷൻ കുക്ക് ടോപ്പിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ വൈദ്യുതി ഉപയോഗം കൂടുതലായിരിക്കും. പിന്നെ കുക്കിംഗ് കഴിഞ്ഞതിന് ശേഷം സർഫേസ് നല്ല ഹോട്ട് ആയിരിക്കും. പോയി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് കൈ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. ഇനി മറ്റൊന്നെന്ന് പറയുന്നത് ഇൻഡക്ഷന്റെ അത്ര ഫാസ്റ്റ് അല്ല, ഏകദേശം ഗ്യാസ് അടുപ്പിന്റെ പോലെ തന്നെയുള്ള ഒരു സ്ലോ ആയിരിക്കും ഈ ഒരു ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പ്. എങ്കിലും തീർച്ചയായും ഗ്യാസ് സിലിണ്ടറിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇൻഡക്ഷൻ അടുപ്പും ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പും ഉണ്ടെങ്കിൽ ഗ്യാസ് സിലിണ്ടർ ഇല്ലാതെ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കുക്കിങ്ങും, പ്രത്യേകിച്ച് കേരളത്തിലെ കുക്കിംഗ് സ്റ്റൈലിലെ എല്ലാ കുക്കിങ്ങും വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നുവെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കുക. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് വന്നെത്തുന്നതായിരിക്കും. സോ സി യു, ബൈ ബൈ.